മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. അപ്പൊ തുടങ്ങാം. അജേഷ് പിപി, അജേഷാടാ അജേഷ്. പ്രത്യേകിച്ച് ബേസിൽ ജോസഫിന് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ? പക്ഷെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസിനുള്ള വകുപ്പ് കഥയ്ക്കകത്തില്ല. എനിക്ക് സാധാരണ ബേസിലിനെ കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവാറുണ്ട്. എനിക്ക് അതിന്റെ അത്രയൊന്നും സത്യത്തിൽ ഈ പടത്തിൽ തോന്നിയില്ല. ചെയ്തു അത്രേ തോന്നിയുള്ളൂ. വകുപ്പുണ്ടല്ലോ. ഉണ്ടാക്ക്. ഇതിലെ ഒരു ക്യാരക്ടറിനും എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ചെയ്യാനുള്ള ഒരു സാധനവും കഥയ്ക്കകത്തില്ല. രാവിലെ അണ്ണാക്കിലോട്ട് 2 തോടം വെളിച്ചെണ്ണ ഒഴിച്ച് ആ നാക്കിന് ചില്ലറ വ്യായാമം കൊടുക്കുക. അതിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി കൊണ്ടാണല്ലോ നീ ജീവിച്ചു പോകുന്നത്. പിന്നെ ബേസിൽ ജോസഫിന് നമ്മൾ സ്ഥിരമായിട്ട് കാണല്ലേ, എല്ലാ മാസവും ബേസിൽ അളിയാന്ന് വിളിക്കേണ്ട അവസ്ഥയാണ്. തൊഴിലാളിയെ എനിക്ക് പ്രതികരിക്കാൻ ദൈവം തന്നെ ഈ ഒരു ആയുധം എന്റെ കയ്യിലുള്ള. ഞാൻ അഗൈൻ പറയുന്നു, ബേസിലിന്റെ ഒരു വെരി ആവറേജ് അല്ലെ, വെരി ആവറേജ് മൂവി ബേസിലിന്റെ. വലിയ മണ്ട ശിരോമണി, സംസ്കാരത്തിൽ പാര, പാണ്ഡിത്യത്തിൽ സംസ്കാര ശൂന്യൻ. ഓക്കെ, സോ ഒരു മിക്സഡ് സാധനമാണ്. എനിക്കൊരു വെരി ആവറേജ്. നിങ്ങൾക്കോ? എനിക്കും അങ്ങനെ തോന്നിയുള്ളൂ. എന്റെ വായിക്കാത്ത കയറിയിരുന്ന് വിടുവിച്ചാലേ ശരിയാവും. OTT-ൽ എത്തിയതോടെ സൈബറുടെ താഴെ ചർച്ച പൊന്മാൻ എന്ന ചിത്രത്തിലെ ബേസിൽ ജോസഫിന്റെ PP അജേഷ് എന്ന കഥാപാത്രമാണ്. അടിമുടി മാറിയ ബേസിൽ ഒരൊറ്റ ഫ്രെയിമിൽ പോലും ബേസിൽ മാനരസങ്ങളില്ല. സിനിമ മുഴുവൻ PP അജേഷ് മാത്രം. വൈകാരിക രംഗങ്ങളിലും ആക്ഷൻ രംഗങ്ങളിലുമൊക്കെ താരത്തിന്റെ പ്രകടനം എടുത്തു പറയേണ്ടതാണ്. പൊന്നു തൊടാത്തപ്പോഴാണ് പെണ്ണിന് ചന്തമെന്ന് പറയുന്ന അജേഷിനും സ്ക്രീനിൽ ഞെട്ടിച്ച ബേസിലിനും കയ്യടി. ഞാൻ അഗൈൻ പറയുന്നു, ബേസിലിന്റെ ഒരു വെരി ആവറേജ് അല്ലെ, വെരി ആവറേജ് മൂവി ബേസിലിന്റെ. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്?